ഇന്നൊരു അടിപൊളി പുഡിങ്ങിന്റെ റെസിപ്പിയാണ്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നതും അതുപോലെ തന്നെ വളരെ രുചികരവുമായിട്ടുള്ള മിൽക്ക് പുഡിംഗ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ ലിഷ, വെൽക്കം ടു മൈ ചാനൽ ദ കോഫി മഗ്. മിൽക്ക് പുഡിംഗ് ഉണ്ടാക്കുന്നതിന് ആദ്യം നമുക്ക് ജലാറ്റിൻ കുതിർക്കാൻ വെക്കണം. അതിനൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ജലാറ്റിൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അളവ് കപ്പിന് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ചെറിയ കട്ടകൾ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിത് ചൂടുള്ള പാലിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ കട്ടകളൊക്കെ മെൽറ്റായിക്കൊള്ളും. ഇതിനി മാറ്റി വയ്ക്കാം. അടുത്തത് മറ്റൊരു ബൗളിലേക്ക് 5 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നെസ്ലയുടെ എവരിഡേ ഡയറി വൈറ്റ്നർ മിൽക്ക് പൗഡറാണ്. ഇതിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് പൗഡർ പെട്ടെന്ന് മെൽറ്റ് ആവുന്നതിന് വേണ്ടി ഞാനിവിടെ ചെറു ചൂടുള്ള പാലാണ് ചേർത്തിരിക്കുന്നത്. കട്ടകളൊന്നുമില്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് മാറ്റി വയ്ക്കാം. അടുത്തതായി ഒരു സോസ് പാനിലേക്ക് 1/2 ലിറ്റർ പാല്, അതായത് അളവ് കപ്പിന് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ചാറിയ പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് ഫ്രഷ് ക്രീം, നമ്മൾ നേരത്തെ മെൽറ്റാക്കി വെച്ചിരുന്ന മിൽക്ക് പൗഡറിൻ്റെ മിക്സ്, 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, അര കപ്പ് പഞ്ചസാര, ഇവയെല്ലാം ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് അടുപ്പിലേക്ക് മാറ്റാം. എന്നിട്ട് തീ മീഡിയം ഫ്ലെയിമിന് തൊട്ട് താഴെ വെച്ചിട്ട് ഇത് തുടർച്ചയായി ഇളക്കി കൊടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇങ്ങനെ ഏകദേശം 5-6 മിനിറ്റോളം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇപ്പോൾ പഞ്ചസാരയെല്ലാം മെൽറ്റായി പാൽ തിളയ്ക്കാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ജലാറ്റിൻ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർക്കാം. ജലാറ്റിൻ ഫുൾ മെൽറ്റ് ആവുന്നത് വരെ കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഏകദേശം 1 മിനിറ്റ് ആകുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് അടുപ്പിൽ നിന്ന് മാറ്റാം. പുഡിംഗ് സെറ്റ് ചെയ്യുന്നതിനായി ഞാനിവിടെ ഒരു ഗ്ലാസ് സ്ക്വയർ ഡിഷ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചെറിയ സെർവിങ് ബൗളുകൾ ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ച് സെറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഒഴിച്ച് കഴിയുമ്പോൾ മുകളിൽ ബബിൾസ് ഉണ്ടെങ്കിൽ ഒരു സ്റ്റിക്കോ സ്പൂണോ വെച്ച് ബ്രേക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചൂടാറുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം ഇത് സെറ്റായി കിട്ടുന്നതിന് വേണ്ടി കുറഞ്ഞത് 6 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. നമ്മുടെ മിൽക്ക് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഓവർനൈറ്റാണ് വെച്ചിരുന്നത്. ഇനി ഞാൻ പുഡിംഗ് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുകയാണ്. ഇതിങ്ങനെ തന്നെ കട്ട് ചെയ്ത് സെർവ് ചെയ്താൽ മതി. ഇവിടെ ഞാൻ നിങ്ങളെ പുഡിംഗ് എങ്ങനെ സെറ്റായി കിട്ടിയെന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഡീമോൾഡ് ചെയ്യുന്നത്. ഇത് കണ്ടോ, നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായി കുറച്ച് പിസ്തയും ബദാമും വെച്ച് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതുമായ നമ്മുടെ മിൽക്ക് പുഡിംഗ് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. തീർച്ചയായും ഇഷ്ടപ്പെടും. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.